ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഞങ്ങളിപ്പോൾ നാട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ശരത്തേൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ കോട്ടയത്താണ് ശരത്തേൻ്റെ വീട്. അപ്പോൾ രാവിലെ ഞാനും മമ്മിയും കൂടി നമ്മുടെ ചെടിത്തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങിയതാണ്. വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഡാഡിയും മമ്മിയും നാട്ടിലെത്തിയിട്ട്. അപ്പോൾ ഇത്രയും കാലം ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടുപേരും നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വല്ലപ്പോഴും മാത്രം നാട്ടിലേക്ക് വരുന്നത് കേട്ടോ. ഞങ്ങളിപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് നാട്ടിലേക്ക് എത്താറുള്ളത്. അപ്പോൾ അവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് അവർ കുറച്ച് മാസങ്ങളായിട്ട് നാട്ടിൽ സ്ഥിരതാമസമായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ മമ്മിക്ക് ഇതുപോലെ ചെടികളും എന്നെ പോലെ തന്നെ ചെടികളും പൂക്കളും കൃഷിയാണെങ്കിലും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ വന്ന സമയം കൊണ്ട് കുറേയൊക്കെ ഇവിടെ ചെയ്തു വെച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ചീര മുറിക്കാനും ഒക്കെ ആയിട്ട്. കുറച്ച് പച്ചക്കറികളൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്കും കൂടിയും കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാ മുറിക്കുന്ന അല്ലല്ലേ? കളറ് കുറവാ അല്ലേ? ചോപ്പ്. ഇത് വേറെ ടൈപ്പ് ആ കളറുള്ളതാണ്ട. ആ ആ ഇത് വേറൊരു നാടൻ. ഞങ്ങളങ്ങനെ പാവയ്ക്ക അഥവാ കയ്പക്കായ പറിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരുപാടൊക്കെ ഉണ്ടായി കഴിഞ്ഞെന്നാണ് മമ്മി പറയുന്നത് കേട്ടോ. അത്യാവശ്യം ഞങ്ങൾക്ക് ഇന്ന് പറിച്ച് കിട്ടിയിരുന്നു. പിന്നെ അത് കൂടാണ്ട് കോവലും ചീരയും പിന്നെ പുതിനേൻ്റെ ഇല, മല്ലിയില, അതേപോലെ തന്നെ പാലക്കിൻ്റെ ഇല, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മമ്മി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേനയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. 10-ാം ഉദയത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ചേന നടുമെന്നൊക്കെ മമ്മി പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉള്ള കയ്പക്കായ പൊട്ടിച്ചെടുക്കുക ആയിരുന്നു. എന്നോട് പറഞ്ഞുള്ളൂ അതൊക്കെ പൊട്ടിച്ചെടുത്തോളാൻ. അങ്ങനെ ഞങ്ങളൊക്കെ ഇതേ ഒരു 2 ദിവസം വയ്ക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിലധികം ചീരയും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു മുറം ചീരയും സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ ദേ കഴുകാനായിട്ട് കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ, അലക്കുന്ന കല്ലിൻ്റെ പുറത്ത്. എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടേ വളമാക്കുന്ന അറിഞ്ഞിനകത്തിട്ടിട്ടേ. ഓ, അത് വളത്തിന്റെ ആണോ? ആ, അപ്പൊ എന്നിട്ട് മണ്ണ് ചാരമൊക്കെ ഇട്ടിട്ട് നല്ല വാഴ കത്തിക്കാൻ ഇല്ല, കത്തിക്കാനാന്ന് പറഞ്ഞ് ചെയ്തതാ. പക്ഷെ ഞങ്ങളിങ്ങനെ ഇതിനകത്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ എടുത്തുള്ളൂ. തുറക്കുമ്പോൾ മണം വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചാരമൊക്കെ വാരിയത്. ഞാനപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ സവാള കുറച്ച് തൊലി കളയാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സൈഡിൽ വന്നിരിക്കുന്ന സമയത്ത് ഇതേ കണ്ടു, ഇവിടെ ബീട്രൂട്ട് നട്ട് വെച്ചിട്ട് ഉണ്ടായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ തോരൻ വയ്ക്കുമെന്നാണ് മമ്മി പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. വഴുതനയൊക്കെ പൂവിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ചധികം വഴുതന ചെടികളെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ നാടൻ പച്ചമുളക്, കാന്താരി മുളക്, മല്ലിയില, പുതിനയില, പിന്നെ പപ്പായയൊക്കെ വിത്തിട്ടിട്ട് ഇതേ ഇങ്ങനെ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. മരമൊന്നുമായി മാറിയിട്ടില്ല, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല കേട്ടോ ഇവരിവിടെ വന്നിട്ട്. പിന്നെ കുറ്റിക്കുരുമുളകും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ മുഴുവൻ ഇവിടെ നട്ടുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ചുറ്റുപാടും ഇങ്ങനെ ടൈൽസും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് നമുക്ക് എവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യാനാണെങ്കിൽ കട്ടിങ് ചെയ്യാനാണെങ്കിലൊക്കെ ഈ പ്രകൃതിയിലൂടെ അലിഞ്ഞു ചേർന്ന് കുക്കിംഗ് ചെയ്യാന്ന് പറയുന്നില്ലേ, അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ. അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇരുന്നൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ തൊലി പൊളിച്ച് ഞാൻ ദേ അകത്തേക്ക് വന്നു. മമ്മി ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വല്ലപ്പോഴല്ലേ ഇവിടേക്ക് വരുന്നത്. ഇവരും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വരാത്തത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കിച്ചണിൽ കയറിയ ആകെ ഒരു തപ്പലും തിരയിലൊക്കെയാണ് കേട്ടോ. എവിടെയൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നത് പിടിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് 2-3 ദിവസം എടുക്കും എനിക്കൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. സ്പൂണുകൾ തൊട്ട് എല്ലാം എവിടെ ഇരിക്കുന്നത്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനിങ്ങനെ മമ്മിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. എനിക്കങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടവും. പിന്നെ നമ്മുടെ കൂടെ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് ചേട്ടാ ഇത് ചേട്ടാ അങ്ങനെ ചേട്ടാ ഇങ്ങനെ ചേട്ടാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഞാനിങ്ങനെ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. നമ്മുടെ ഒരു കംഫർട്ട് സോണിലേക്ക് വരാനായിട്ട് ഒരു ടൈം എടുക്കുമെന്ന് പറയില്ല, ആ പറയുന്ന പോലെ തന്നെ.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കണമായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പം നമ്മൾ ഡയറക്റ്റ് പൊടിയിടുന്ന പോലെയല്ല മമ്മി ഇടുന്നത് കേട്ടോ. മമ്മി എപ്പോഴും ഒരു പ്ലേറ്റിനകത്ത് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയാണ് ചേർക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ വന്ന കാലം തൊട്ട് അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പം വെള്ളമൊക്കെ ചാലിച്ച് അങ്ങനെ മിക്സിയിൽ ചേർക്കുന്നതും കാണാറുണ്ട്. ഞാനൊക്കെയാണെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പൊത്തുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ മമ്മി എനിക്ക് എടുത്ത് തരുമായിരുന്നു. എന്നുവെച്ചാൽ ആദ്യത്തെ ദിവസമല്ലേ എനിക്ക് എല്ലാത്തിനും തപ്പലായ കാരണം കൊണ്ട്. അപ്പം ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ട് ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് ചേർത്ത് വഴറ്റി മമ്മി എടുത്ത് തന്ന പൊടികളൊക്കെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. മമ്മി തന്നെയാണ് അവിടെ പാലപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കുക്ക് വെയർ, അതായത് നമ്മുടെ പാത്രങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാം ഒരുവിധം ഇരുമ്പ് ചീനച്ചട്ടിയിലും ഇരുമ്പിൻ്റേതായിട്ടുള്ള പാത്രങ്ങളിലൊക്കെയാണ് ഇവിടെ കുക്കിംഗ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് മമ്മിയുടെ കയ്യിൽ ഒരുപാട് ചട്ടികളും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പോലെ നോൺ സ്റ്റിക്കൊന്നല്ല അധികം ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ വന്നപ്പോഴാണ് 1-2 എടുത്ത് പുറത്തേക്ക് വെച്ചത്. എനിക്കതിൽ പരിചയമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പരിചയമായി കേട്ടോ. ഈ സ്റ്റാർട്ടിങ്ങിലായിരുന്നു എനിക്ക് എല്ലാത്തിനും ഒരു അറിയാത്ത പോലെ നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ മമ്മി നല്ല അടിപൊളിയായിട്ട് ഇതേ മുട്ടക്കറി ഞാനും മമ്മിയൊക്കെ കൂടി തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പാലപ്പം മമ്മി വീട്ടിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മതി മതി. മുട്ട തരാം. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ മമ്മി അടിപൊളി കുക്കാണ് കേട്ടോ. നോർത്തിലൊക്കെ ഒരുപാട് ജീവിച്ചിട്ടുള്ള കാരണം കൊണ്ട് പല സ്ഥലങ്ങളിലെയും വിഭവങ്ങളും ഉണ്ടാക്കാനായിട്ട് മമ്മിക്ക് അറിയാം. അപ്പോൾ വഴിയെ ഞാനതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, എല്ലാവരും കാണാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ഇവിടെ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. മമ്മിക്ക് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊക്കെ വെള്ളം കൊടുക്കുന്ന സമയമായിരുന്നു. സാധാരണ ഇവർ രാവിലെ 5 മണി 5:30 ആകുമ്പോൾ നടക്കാൻ പോവും. നടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കുമാണ് ചെടി നനയ്ക്കാറ് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഇവിടെ മക്കളൊക്കെ ഉള്ള കാരണം കൊണ്ട് പിന്നെ തനുകുട്ടിക്കൊക്കെ ചെടി നനയ്ക്കാൻ ഇഷ്ടമായ കാരണം കൊണ്ട് കുറേ മുറ്റമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവൾക്കൊരു കൗതുകമല്ലേ. അതുകൊണ്ട് ഇന്നത്തെ ചെടി നനയ്ക്കലും കാര്യങ്ങളൊക്കെ തനുകുട്ടി ഏറ്റെടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് ചെടികളെയൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി വന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. മമ്മിക്ക് ചെറിയ അസുഖങ്ങളുള്ള കാരണം കൊണ്ട് രാവിലെ ഒരു ഗുളിക കഴിച്ച് 1/2 hour കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അത് മമ്മി കഴിക്കാനായിട്ട് മറന്നുപോയി. അത് കാരണം കൊണ്ട് മമ്മി ഞങ്ങളുടെ കൂടെ ഇരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞ് മരുന്നെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത പരിപാടിയിലേക്ക് കടക്കായിരുന്നു. നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കണ്ടേ. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ അകത്ത് അമ്മിയുണ്ട്. അമ്മിയിൽ ഇങ്ങനെ ചതച്ചും അരച്ചൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ബാംഗ്ലൂർ അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ അമ്മിക്കല്ലിൽ എന്തെങ്കിലുമൊക്കെ ചതയ്ക്കാനും ഇടിക്കാനൊക്കെ കിട്ടിയാൽ ഞാൻ വേഗം അതെടുത്ത് ചെയ്യും കേട്ടോ. അതിനിടയ്ക്ക് തനുകുട്ടി വന്നപ്പോൾ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളിതൊക്കെ കണ്ട് തന്നെയാണ് വളർന്നിരിക്കുന്നത്, ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷെ തനുകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവൾക്കും കൂടി ഞാനിതൊക്കെ കാണിച്ചു കൊടുത്തു. മമ്മി ഈ സമയത്ത് ഉമ്മറത്തിരുന്നത് ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കത്തികൾക്കൊന്നും പ്രത്യേകിച്ച് മൂർച്ചില്ല. ഇവിടുത്തെ എന്നല്ല, എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ എന്തോ ഒരു സാധനം അരിയാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ്. മമ്മീൻ്റെ കയ്യിലിരിക്കുന്ന കത്തിക്ക് നല്ല മൂർച്ചയായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ ഒന്നിനും അങ്ങനെ ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നെ പോലെ രാവിലെ തന്നെ എല്ലാ പണികളും കിച്ചണിലത്ത് തീർക്കണം അങ്ങനത്തെ നിയമമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ സമയമെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി. അതുകൊണ്ട് കുറച്ച് റിലാക്സേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ മീൻകറിയാണ് വെക്കുന്നത് കേട്ടോ. എൻ്റെ സ്റ്റൈലിൽ അരച്ച് വെക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇത് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ ചക്കി മാങ്ങയൊക്കെ ഒരുപാട് കിട്ടില്ല. അപ്പോൾ നല്ല നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാങ്ങ ഇട്ടിട്ടാണ് ഞാൻ മീൻകറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം അതിലേക്ക് തന്നെ ചേർത്ത് ഞാൻ നല്ലപോലെ കൈവച്ച് ഉടച്ച് തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മാങ്ങയും ചെറിയൊരു സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചത്. കുറച്ച് നേരം അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ തനുകുട്ടി ഇവിടെ തെങ്ങിനും വാഴയ്ക്കൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ കൂടെ ശരത്തേട്ടനും ഉണ്ട്, ഡാഡിയും ഉണ്ട്. അപ്പോൾ അവൾക്ക് ഈ വക കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. വീട്ടിലാണെങ്കിലും
അതല്ല, അത് മുക്കുറ്റിയാ. മോൻ പറയണത് ടച്ച് മീ നോട്ട് പ്ലാന്റാ. അത് ടച്ച് മീ നോട്ടല്ല, ഇത് മുക്കുറ്റി. ആ, തനുക്കുട്ടി ഇവിടെ ഒറ്റയ്ക്കൊന്നല്ല കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവളുടെ കൂടെ അവളുടെ അച്ഛനും അവളുടെ പപ്പയും കൂടെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ പുറമെന്ന് വരുന്ന വെള്ളം ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് പൈപ്പ് വഴിയാണ് വരുന്നത്, അതാണ് ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനപ്പോൾ വേഗം അകത്തേക്ക് പോന്നു. എനിക്ക് കുറച്ച് നാളികേരമൊക്കെ അരച്ച് കറിയിലേക്ക് ചേർക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി ഞാൻ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് കറി വയ്ക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അരച്ച് വെക്കുന്നതാണ് ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ മമ്മി പറയും കേട്ടോ എനിക്കിഷ്ടമുള്ള പോലെ തന്നെ കുക്ക് ചെയ്തോളാൻ. അപ്പോൾ ഇപ്പുറത്ത് മെഴുക്കുവരട്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മമ്മി ഇവിടെ നല്ല ചീര തോരനും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിലുണ്ടായ ചീരയായിരുന്നത് കൊണ്ടായിരിക്കണം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ബീട്രൂട്ട് മെഴുക്കുവരട്ടി നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ച കാരണം കൊണ്ടാണ് കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെ എൻ്റെ അടിപൊളി മീൻകറി തയ്യാറായി കഴിഞ്ഞു. ഇതിൽ ചേർത്തിരിക്കുന്ന മാങ്ങയുണ്ടല്ലോ, നല്ല ഉടയാത്ത ടൈപ്പ്, നല്ല വടി പോലെ കിടക്കുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി മീൻകറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ പിക്കുമോൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെസ്സ് കളിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെസ്സ് കളിക്കുന്ന ചങ്ങാതീനെ അവന് കിട്ടിയിട്ടുണ്ട്. ഡാഡി നന്നായിട്ട് ചെസ്സ് കളിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചെസ്സ് കളിക്കുന്നു. നാട്ടിൽ വന്നിട്ട് ഇനി മഴ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു പെട്ടെന്നൊരു മഴ അങ്ങ് പെയ്തു കേട്ടോ. അടിപൊളി. ഇത് ഏകദേശം ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചര നേരമൊക്കെയാണ് കേട്ടോ. ആ സമയത്താണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. മമ്മിക്കാണെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് കിടന്നെഴുന്നേറ്റപ്പോഴത്തേക്കും തീരെ വയ്യ, ക്ഷീണം പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഈ മഴയൊന്ന് നിൽക്കുവാണെങ്കിൽ വേഗം പോയിട്ട് ഡോക്ടറെ കാണാമെന്ന് പറയുമായിരുന്നു. അപ്പോൾ മമ്മിക്ക് കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ സുഖമില്ലാണ്ടൊക്കെ ഇരിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വീണ്ടും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവരങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ വേഗം വൈകുന്നേരം കുളിച്ച് വിളക്കൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പൂജാ റൂം അങ്ങ് കോണി കയറി മേലെ വന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വേഗം വന്ന് അവിടുന്ന് വിളക്കും പാത്രവും ഒക്കെ എടുത്തുകൊണ്ട് വന്നു. വെള്ളമൊക്കെ വെക്കണമല്ലോ. ഞാനിതൊക്കെ ഇവിടെ വന്നിട്ട് കണ്ടുപഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കിണ്ടിയിൽ വെള്ളം വെക്കണം, അതുപോലെ തളികയിൽ, അതായത് വിളക്ക് വയ്ക്കുന്ന താഴെ നമ്മളൊരു പാത്രം വയ്ക്കുമല്ലോ, ഒരു തളിക വയ്ക്കുമല്ലോ, അതിന് ചുറ്റും പൂക്കളിടണം. ഇതൊക്കെ ഞാൻ കണ്ടുപഠിച്ചിരിക്കുന്നത് മമ്മി ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തൊന്നും നമ്മുടെ വീട്ടിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. സാധാരണ വിളക്ക് വയ്ക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാനിതെല്ലാം കണ്ടുപഠിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ പലരിൽ നിന്നാണല്ലോ പല കാര്യങ്ങളും കണ്ടുപഠിക്കുന്നത്. നല്ല കാര്യങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ എല്ലാ നല്ല കാര്യങ്ങളും നോക്കി നല്ലത് കണ്ട അത് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് പകർത്തി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടുപഠിച്ച ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ അവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് എവിടേക്കും ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ അടുത്ത് മമ്മി കസിൻസിൻ്റെ വീട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് ഞാനും മമ്മിയും ഡാഡിയും പിള്ളേരും എല്ലാവരും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലായിരുന്നു കൊണ്ട് തന്നെ മഴ പെയ്തതിന് ശേഷം പെട്ടെന്ന് വെള്ളമൊക്കെ വലിയുന്നുണ്ട് കേട്ടോ. മഴ പെയ്തതിൻ്റെ യാതൊരു തെളിവില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് വന്നു. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. ഇവിടുത്തെ ആൻറ്റിക്ക് ഒരുപാട് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒത്തിരി ചെടികളുണ്ട്. കഴിഞ്ഞ വർഷം വന്ന പോലെയല്ല കേട്ടോ, ഇത്തവണ വന്നപ്പോൾ ഇവരുടെ പൂന്തോട്ടം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ വർഷത്തിൽ ഒരിക്കലാണല്ലോ നാട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് അഗസ്തിച്ചീര എന്ന് പറയുന്ന ഒരു മരമാണ് കേട്ടോ. മരമാണോ പ്ലാന്റ് ആണോ എന്നൊന്നും അറിയില്ല, മരം പോലെയാണ് നിൽക്കുന്നത്. ഇത് കറി വയ്ക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നേരിട്ട്. അപ്പോൾ അങ്ങനെ അതിനെ ഒന്ന് കണ്ടു. നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു കൊമ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുമെന്നാണൊക്കെ പറയുന്നത് കേട്ടോ.
അല്ലെങ്കിൽ നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിട്ട് വലിയ ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, പ്രതീക്ഷയില്ല. ഇതിൻ്റെ കൊമ്പ് വേണമെങ്കിൽ പോകുമ്പോൾ തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും എനിക്ക് ചെടികൾ 10 കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. നല്ല ഭംഗിയിൽ വെട്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അധികം വെയിലത്ത് വെക്കാത്ത ഒരുപാട് ചെടികളുണ്ട്. നമുക്കാണെങ്കിൽ മൊത്തം വെയിലത്താണ് നമ്മുടെ വീട്ടിലെ ചെടികൾ മൊത്തം ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ചെടികൾ കിട്ടിയിട്ട് ഉപകാരമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വഴിയരികിൽ മൊത്തം ഇങ്ങനെ മീൻ കച്ചവടക്കാരെ കണ്ടായിരുന്നു. രാത്രി നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ടൗണിലേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ കടയിലൊക്കെ എത്തി നമുക്ക് അമ്പലത്തിലേക്ക് കുറച്ച് എണ്ണയൊക്കെ വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എണ്ണയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ആ കടയിൽ കയറി നമ്മൾ എണ്ണയും സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മാവേലി സ്റ്റോർ ഉണ്ടെന്ന് മമ്മി പറഞ്ഞു കേട്ടോ. നല്ല സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഞാനും അതൊന്ന് കണ്ടേക്കാമെന്ന് കരുതി കൂടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മാവേലി സ്റ്റോർ കാണുന്നത്. അപ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ട്. മമ്മി ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് വന്ന് വാങ്ങിക്കാറുണ്ട് എന്നൊക്കെ പറയായിരുന്നു. ഞങ്ങളിതേ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് റവയും അങ്ങനത്തെ 1-2 ഐറ്റംസൊക്കെയാണ് വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പിക്കുമോൻ പുറത്ത് ഏതോ വെയിറ്റിംഗ് ഷെഡിൽ മറ്റേ തൊഴിലാളികളുടെ ഷെഡിലിരുന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് തന്നെ ഒരു പച്ചക്കറി കട കണ്ടു. ഇത് നോക്കി, പുതിയൊരു വെറൈറ്റി പടവലങ്ങ ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് വീഡിയോ എടുത്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പടവലങ്ങ കാണുന്നത്. ഞാൻ അത്യാവശ്യം നല്ല പച്ചക്കറികളൊക്കെ അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അച്ചിങ്ങപ്പയറും മെഴുക്കുവരട്ടിക്കുള്ള ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പഴവും ഇച്ചിരി പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതേ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇതുപോലെ നല്ല നല്ല വ്ളോഗ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.